സിറിയയുടെ സർവ്വമേഖലകളിലും കടന്നുകയറി വിമത ഭീകരർ. പുറത്താക്കപ്പെട്ട ബാഷാർ അൽ ആസാദിന്റെ കൊട്ടാരം, കൊടും കുറ്റവാളികളും രാഷ്ട്രീയ തടവുകാരെയും പാർപ്പിച്ചിരുന്ന ജയിലുകൾ എന്നിവിടങ്ങളിൽ ഭീകര സംഘടനകൾ ഇരച്ചു കയറുകയാണ്. ജയിലുകളിൽ നിന്നും നിരവധി കുറ്റവാളികളെയാണ് മോചിപ്പിച്ചത്. സിറിയയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതികരണമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. വിമത ഭീകരരുടെ സംഘം ഡമാസ്കസ് കീഴടക്കിയതോടെയാണ് അസദ് ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുള്ള പ്രഖ്യാപനം പുറത്തുവന്നത്. സിറിയയുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനങ്ങൾ കൂട്ടമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട കുടുംബവാഴ്ച അവസാനിപ്പിച്ചുവെന്നാണ് വിമതപക്ഷത്ത് നിൽക്കുന്നവർ അവകാശപ്പെടുന്നത്. പൂർണ്ണ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഒരു ട്രാൻസിഷണൽ ഗവേണിംഗ് ബോഡിയിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വിമത ഭീകര സംഘങ്ങളുടെ നേതൃത്വം. ഇതിനിടെ ഡമാസ്കസിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിഡന്റ് അസദിന്റെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറുകയാണ്. അതേസമയം തന്നെ സിറിയയിലെ ജയിലുകളിൽ ഭീകരർ പ്രവേശിച്ച് കുറ്റവാളികളെ മോചിപ്പിക്കുന്ന സംഭവങ്ങളും വർദ്ധിക്കുന്നു. ആസാദ് ഭരണകൂടം ജയിലിലടച്ച സ്ത്രീകളടക്കമുള്ള കൊടുങ്കുറ്റവാളികളും രാഷ്ട്രീയ തടവുകാരും രക്ഷപ്പെട്ടവരിൽപ്പെടുന്നു. ഇന്ന് പുലർച്ചെയാണ് അസദ് ഡമാസ്കസിൽ നിന്നും അജ്ഞാത കേന്ദ്രത്തിലേക്ക് കടന്നതെന്ന് സിറിയൻ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. സിറിയയുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. യുക്രൈൻ റഷ്യ യുദ്ധ സാഹചര്യത്തിൽ സിറിയയിൽ ഇടപെടാൻ റഷ്യയ്ക്ക് കഴിയില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. വർഷങ്ങളായി അസദ് ഭരണകൂടത്തെ താങ്ങിയിരുന്ന റഷ്യൻ നിലപാടിനെക്കുറിച്ചും ട്രംപ് സൂചിപ്പിക്കുന്നു. ഒബാമയുടെ മുൻപത്തെ നിലപാടുകളെയും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. യുഎസിന് സിറിയയിൽ ഒന്നും ഇനി ചെയ്യാനില്ലെന്നും ഇത് തങ്ങളുടെ പോരാട്ടമല്ലെന്നും ട്രംപ് പറഞ്ഞുവെക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.